വെള്ളം അരച്ച് വല്ലതും തിന്നാൻ പറ്റുമോ? എന്ത് ചവിട്ടി അറിയാ മതിയാ. നീ തീരുമാനിക്കണം. ഞാൻ കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ച് ഉടയ്ക്കാൻ പറ്റുന്ന ഉടച്ചായിരുന്നു. മതിയെന്ന് 4 ദിവസം മര്യാദക്ക് ഭക്ഷണം കഴിച്ചാൽ എൻ്റെ ക്ഷീണമെല്ലാം മാറും. അമ്മ കരയണ്ട. അമ്മ ഇങ്ങനെ കൊച്ചു പിള്ളേർ കരയും പോലെ ഇരുന്നോണ്ട് കരഞ്ഞ എന്തിട്ട് എന്നെ പ്രതീക്ഷിച്ചിരിക്കുക. ആര്? ഏട്ടത്തെയാ? പ്രതീക്ഷിച്ചിരിക്കുകയൊന്നുമില്ല. അല്ല, അതന്നെ ഞങ്ങളങ്ങനെ ഉള്ളു. വേറെ ഞങ്ങൾക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ അടുത്ത് അന്വേഷിച്ചാൽ മാത്രം ചങ്ങാഴ്ചകളായിട്ടിരുന്നു. അച്ഛനും അമ്മയും അവിടെ പോയി? അച്ഛനും അമ്മയും മരിച്ചുപോയി. ആരോടെ പോയില്ല. എൻ്റെ ഏട്ടനും ഞാനും ജീവിച്ചിട്ടുള്ളൂ. എനിക്കതേ അറിയുള്ളൂ. Train number 12625 Tirunelveli Central, New Delhi, Kerala, Superfast Express. ഹായ്. നടക്കാൻ പറ്റൂല. പതുക്കെ നടക്കും. പതുക്കെ പറ്റും. അതാ പെട്ടെന്ന് അതിപ്പോ ഒരു ചെറിയ ആക്സിഡന്റ് ആയെന്നാണ്. ഓ, ഇതുപോലെ വണ്ടി നിർത്തിയ വണ്ടി ഒന്ന് ഇറങ്ങി മാറ്റമില്ലേക്ക്. അങ്ങനെ ട്രെയിനിൽ നിന്ന് വീണതാ? 3 മാസമായോ ട്രെയിനിൽ നിന്ന് വീണതാ. ഓ, അങ്ങനെ ഇപ്പൊ നടക്കൂല. നടക്കാൻ ശരി. ഒട്ടും നടക്കൂല. നടക്കും. അവിടുന്ന് ഇറങ്ങിയൊക്കെ നടന്നിട്ട് വന്ന് അങ്ങനെ നടക്കാൻ വന്നു. കുറെ നടക്കുമ്പോ കാല് കടന്നിട്ട് അടച്ചല്ലോ, വേദനയാണ്. എനിക്ക് പോവാ. കുറച്ചു ദൂരം നടന്നായി. ഇല്ലെങ്കിൽ ഞാൻ എടുത്തോണ്ട് പോവാം. ഓക്കെ, എടുത്തോണ്ട് പോ. വേണ്ടെന്ന്. നടക്കും. ശരി. വീട് എവിടെ? മലപ്പുറോ? മലപ്പുറത്തായിരുന്നു. ഞങ്ങളൊരു 48 കൊല്ലം. ഓ, അവിടെ നമുക്ക് ആർട്ടിന് കംപ്ലൈന്റ് ആയി. പേര് കുട്ടികളൊന്നും ഉണ്ടായില്ല. മക്കളില്ല, ആരുമില്ല. വാടക വീട്ടിലായിരുന്നു അവിടെ. അപ്പൊ വാടക വീടെല്ലാം വിട്ട്? വാടക വീട് കൊടുക്കാൻ വഴിയില്ല. എനിക്ക് ഈ തേയ്മാനം കൊണ്ടേ പണിയെടുക്കാനൊന്നും പറ്റുള്ളൂ. ഓ, നിങ്ങളെ നോക്കണം. ഓ, എനിക്ക് എല്ലാം കൂടെ ഒട്ടുപയിപ്പിക്കണം. രാവിലെ എന്തെങ്കിലും കഴിച്ചായിരുന്നാ? കഴിച്ചു. വെള്ളപ്പം ചായ കുടിച്ചു. വിഴുന്നാട വാങ്ങിക്കൊടുത്തു. ഇപ്പൊ കാലിനാണ് വയ്യാത്ത? കാലിന് മൊത്തത്തില് വേദനയാണ്. മൊത്തത്തിൽ വേദനയാണ്. അന്നേരം എണ്ണ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ എണ്ണയും വാങ്ങാം, അത്യാവശ്യം ഗുളികയും വാങ്ങും. ഓ, ശരി. ഷീട്ടുണ്ട്, എത്രയുണ്ട്, എല്ലാം ഉണ്ട്. ഓ, ഇവിടെ എങ്ങനെ? ഇവിടെ എവിടെയാണ് നമ്മൾ പോകുന്നത്? നമ്മള് ആദ്യം നമുക്കൊരു ഇവിടെ റൂം എടുക്കാം. ഇവിടെ ലോഡ്ജിൽ ഏതെങ്കിലും റൂം എടുക്കാം. എന്നിട്ട് നമുക്ക് നിർത്തുള്ളൂ. അച്ഛൻ വേറെ, അമ്മ വേറെ. ഒരുമിച്ച് നിർത്തൂല. അപ്പൊ ഒരുമിച്ചുള്ള സ്ഥലം നമുക്ക് കണ്ടുപിടിക്കണം. എന്തായാലും 2 ദിവസത്തിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഇല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അല്ല, നമ്മള് ഒരിക്കലും നിങ്ങളെ കൈവിടൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ അതുകൊണ്ട് ടെൻഷൻ ആവണ്ട. ഇപ്പം ഇതിന്റെ കാര്യം കൊണ്ട് പേടി. എന്റെ കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് എവിടെയും പോകും. ഓക്കെ, ഞാൻ ഇന്ത്യ മുഴുവൻ കറങ്ങിയ ആളാണല്ലോ. ഒന്നും വിളിച്ചു ചോദിക്കാതെ ഞാൻ വന്നു. ആ കുട്ടികള് പറഞ്ഞപ്പോ എനിക്കതൊരു വിശ്വാസം. എന്റെ വേറെ കുട്ടികളോ മക്കളാണെങ്കിൽ അങ്ങനല്ല. മനസ്സിലായി. അത് അവർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ വിളിച്ചത്. എവിടെങ്കിലും എന്റെ കൂടെ 10 ദിവസം നിന്നാലും അവള് നിൽക്കാരാണ്. ശരിയാവും. ഞാനാണ് കുളിപ്പിക്കല്, തിരുമ്പല്, ചോറ് വാരി കൊടുക്കല്, എല്ലാം. ഒന്നല്ല, എപ്പോഴും വയ്യാതായ. അതുകൊണ്ടിപ്പോ ഒരാള് കുളിപ്പിക്കട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയും. ഏട്ടൻ വരും. ഓ, അങ്ങനെ. എത്ര വയസ്സുണ്ട്? വയസ്സ് 75. അച്ഛന്? എനിക്ക് 83 വയസ്സ്. എന്ത് ജോലിയായിരുന്നു? പടവും മേശിരിപ്പണി. ഓ, ശരി ശരി. ഞാൻ എടുക്കട്ടാ. അമ്മേരെ മോനെന്ന് വിചാരിച്ചാ മതി. വേറെ സമ്മതിക്കൂല. ശരി.
എന്താണ് ആയിപ്പോ ഇതാ SMR റൂമിലുണ്ടാവും അവിടെ ഫ്രീ ആയിട്ട് എടുത്തോണ്ട് വെച്ചിട്ട് അവിടെ അടിച്ചാൽ മതി ചെറിയ കുറച്ച് ഓ ശരി അവിടെ SMR റൂമിൽ കിട്ടും എപ്പം കിട്ടും ഓക്കെ. എപ്പോ ആർക്ക് വന്നാൽ അങ്ങനെ പറഞ്ഞാൽ മതി free ആ, ആയിട്ട് ആ. എടുക്കണോ? വേഗം വരാനില്ല, നീ ഓടിയാണെന്നാ മതി. ഇപ്പോൾ എത്താം 5 മിനിറ്റ്. ഇതാ കയറ്റി പിടിക്കാം അടുത്തടയല്ല. എന്നാ മാറ്റിയതൊന്നുമില്ല, മേലക്കുടി വരണം ഇങ്ങോട്ട് തന്നെ. ആ ഓക്കെ. ഞാനവര് കുളിപ്പിച്ച് അവിടെ ഇന്നലെ കുളിപ്പിച്ചില്ല, ഒന്നും ചെയ്തില്ല. അവളെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. ഓ ശരി ശരി. ഞാൻ പറഞ്ഞു ഞങ്ങൾ വിഷമിക്കണ്ട, ആ ഞങ്ങള് രാവിലെ പോവാം. ഓഹോ. അങ്ങനെ 6 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാ. ഓ അപ്പൊ കൊണ്ട് അവിടെ നിന്ന സ്ഥലത്ത് അവരെന്ത് പറഞ്ഞു? അവര് തന്നെയാണ്, അവര് എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഇവിടുന്ന് പോണെന്നോ? ഞങ്ങള് അവിടെ നിർത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവർക്ക് പറ്റില്ല. എന്ത് സ്ഥലം എവിടെയാണത്? ഇവിടെ പത്തനംതിട്ട കോട്ടയത്താണ് സ്ഥലം. ഏത് പേര് പറയാം, ആ പിന്നെ വിളിക്കാം. ഡ്യൂട്ടിക്ക് അറിയാ? ആ ഒരു ഇത് മതി. ഇത്രയും കാലം അങ്ങനെ നോക്കി വളർത്തി ആ നടന്ന. അത്രേ ഉള്ളൂ. എനിക്ക് വയ്യാതായാലും എന്റെ കൂടെ ഉണ്ടാവും. അത്രയാണ് അത്രേ. ആശുപത്രി കാലൊടിഞ്ഞ് കിടന്നിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് എത്രയോ ഇതാക്കിയ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സിന്റെ ഭാഗമായി ചെറുധാന്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI സദേൺ റീജിയണൽ ഓഫീസ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും CSIR NIISCയുടെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്നു. കറങ്ങിയത് വിദഗ്ധ നയിക്കുന്ന സെമിനാറുകൾ, വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ എന്നിവ എരിപ്പൊന്നും ഇട്ടാൽ നടക്കാൻ അറിയില്ല. നല്ല എരിപ്പൊക്കെ വണ്ടി കളഞ്ഞ 300 ഉറുപ്പിക വാങ്ങിയായിരുന്നു. ഓ പിന്നെ ഇപ്പൊ അപായം ഉണ്ട്, അത് വേഗമില്ല. ആ വൈകിട്ട് നടക്കുമ്പോൾ ഒരു നല്ലേ. 53 വർഷം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിക്കാം. വണ്ടി കുറച്ച് അപ്പുറം ഇതാണ്. ഇത് വേറെ ആൾക്കാരെ ഇല്ല, നമുക്ക് ചെറു ഇത് പോവോ? കൊണ്ടുവരും. ഒതുക്കി വെച്ചിരിക്കാം. ഞാൻ അവിടെ പോകുന്നില്ല. ഇനി എന്ത് വേണം? പറന്നിറങ്ങി ഇവിടെ. കൈ ഇവിടെ മേലെ പിടിച്ചു. ഒരു കാര്യം അങ്ങോട്ട് വണ്ടിക്ക് ഒരു കാര്യം അങ്ങോട്ട് കയറി അവിടെ ചവിട്ടിക്കോ. അത് കുഴിയൊന്നുമല്ല, നീ അവിടെ ചവിട്ടണോ? അവിടെ ഇരിക്കണം ഇരിക്കണം. അവിടെ ഇരിക്കാം. ഇരുന്നിട്ട് നീങ്ങ. അങ്ങോട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് നീങ്ങ. രണ്ട് കാലം അവന് ആ ഇല്ല വെള്ളമുണ്ട്. ബാഗുണ്ട്. തറവാട് അച്ഛൻ്റെ തറവാട് ആറ്റിങ്ങൽ ചെമ്പൂര്. ആ ചെമ്പൂര് ഇളമ്പ. ഇളമ്പ ഓക്കെ. അത് പണ്ട് ആനയും അമ്പാരിയൊക്കെ വെച്ച് ഉത്സവം വരെ നടത്തിയിരുന്ന പാർട്ടിയാണ് എൻ്റെ അച്ഛൻ. ആ അങ്ങനെയായി ഉള്ള ലോകത്തുള്ള സ്വത്തുക്കളും ഭയങ്കര പേരുകേട്ട ആളാണ്. കോൺഗ്രസ് ഗവർണർ എന്ന് പറഞ്ഞ പേരുകേട്ട ആളാണോ? ശരി ശരി. ഇനി ഒറ്റയ്ക്കുള്ളതല്ല. പിന്നെ അത് മക്കളെ 2 ആളപ്പുറം പോയി പിന്നെന്ത് മേടിക്കാൻ. ആ പിന്നെന്നാലും സങ്കടപ്പെടണം. സങ്കടം വേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് കാര്യത്തിനും ധൈര്യമായിട്ടിരിക്കണം. സങ്കടപ്പെട്ടിട്ടൊന്നും. നമ്മൾ ആദ്യം ഇവിടെ പോയേ നിങ്ങളാണ് പൈസ അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കുട്ടിയുടെ ഒന്ന് ഇപ്പം എന്നിട്ട് മേടിപ്പിച്ചല്ല, ഞാൻ മേടിപ്പിച്ചില്ല. പോയി പോകണ്ടെന്ന് നോക്കി. ഇല്ലാത്തല്ല ഇന്നലെ. ബാക്കി എല്ലാ ദിവസവും യാത്ര തന്നെയാണ്. യാത്ര തന്നെയാണ്. ട്രെയിനിൽ കയറി ഇറങ്ങി.
അച്ഛന് വേറെ വിഷമമൊന്നും വേണ്ട. അച്ഛൻ ഇപ്പം ചെലവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റും പോലെ ചെലവ് നമ്മൾ നോക്കിക്കോളാം. അച്ഛൻ വേറെ ജോലിക്കൊന്നും ഇനി പോകണ്ട. അപ്പൊ പറ്റുന്ന ചെലവൊക്കെ വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും മരുന്നാണെങ്കിലും ഒക്കെ നോക്കാം. അതിപ്പോ ഏതെങ്കിലും വീട്ടിൽ നമ്മൾ ആക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് കണ്ട് ഇടയ്ക്ക് ഇതെല്ലാം നോക്കിക്കോളാം. ഓക്കെ, അങ്ങനെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അധ്വാനം ഇപ്പം സാധ്യമല്ല. അധ്വാനിക്കണ്ട, പിന്നെ അമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ. അത്യാവശ്യം എന്തെങ്കിലും ചില്ലറ പണികളെ എന്നെ കൊണ്ട് പറ്റിയാണ് ഞാൻ ചെയ്യുന്നത്. അത് മതി മതി മതി. പിന്നെ കുഴപ്പമില്ല. ഓക്കെ. പിന്നെ അല്ല ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ. അല്ലാണ്ട് ഇപ്പം ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലം വളരെ കുറവായിരിക്കും. അതെ. ഒന്നേ അച്ഛൻ സെപ്പറേറ്റ് അമ്മ സെപ്പറേറ്റ് അങ്ങനെ നിർത്തുള്ളൂ. കാര്യമില്ല. അപ്പൊ വെറുതെ അപ്പൊ അങ്ങനെ നോക്കാം. ഞാൻ ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന സ്ഥലവും നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിൽ നിർത്താനുള്ള രീതി നോക്കാം. അപ്പൊ ഒരു കാര്യം, ഞാൻ ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം തൽക്കാലം 2 ദിവസം നമുക്ക് ഈ ഹോട്ടലിൽ നിൽക്കാം. എന്നിട്ട് ഒന്നും നടന്നില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ചെറിയൊരു വീട് വാടക എടുത്ത് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തൽക്കാലം നമുക്ക് അവിടെ കൂടാം. അപ്പൊ അച്ഛമ്മേരെ കാര്യം നോക്കിയാൽ മതി. അപ്പൊ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം. ഓക്കെ, അത് മതി. അത് മതി. ഓക്കെ. ഇനി വേറെ സ്ഥലത്തോട്ട് പോകണ്ട. ഇനി ഇവിടെ തന്നെ. ഇനി നമ്മുടെ പത്മനാഭന്റെ മണ്ണിൽ തന്നെയാണല്ലോ. ഓക്കെ. ഇവിടുന്ന് തന്നെ തുടങ്ങിയത്. അതെ. അപ്പൊ എന്തായാലും നമ്മളെ കറക്റ്റ് കൈകളിൽ തന്നെ എത്തിയിട്ടുണ്ട്. അവസാനം ഇത്രയും കാലം ഈ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഇരുന്നതാണ് ഞാൻ. അവസാനം വന്നു വിട്ടത്. അപ്പം അങ്ങോട്ട് നീങ്ങട്ട് കിടന്നു. ഒരു എന്താ പറയാ, ഒരു പറക്കാതമായ മോനെ പോലെ തന്നെ കണ്ടാ മതി. ആയിക്കോട്ടെ. അത്രേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യും. നിങ്ങളെ ബുദ്ധിമുട്ടരുത് എന്നുള്ളതാണ് എന്റെ. നമ്മളെന്നും ഇപ്പം ഈ ഒരു ചെറിയൊരു ലോകത്ത് കുറച്ചു നാള് ജീവിക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ കുറെ കെട്ടിപ്പടുത്ത് ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും കൊണ്ടുപോകാൻ പോണില്ല. അത്രേ ഉള്ളൂ. ഇന്നുവരെ ഈ പോയവരാരും ആരും കൊണ്ടുപോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഹാപ്പി ആയിട്ടിരിക്കുക. ഇനിയുള്ള കാലം ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ അച്ഛന് 80 വയസ്സായ 83 വയസ്സ്, അമ്മയ്ക്ക് 72 വയസ്സ്. 60 വർഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? 53 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോഴും ഏട്ടാന്ന് വിളിച്ച് പുറകെ നടക്കുകയാണ്. ഓ, അതാണല്ലേ സ്നേഹം എന്നൊക്കെ പറഞ്ഞ. അതാണ്. ഞാൻ അവളെ നോക്കി അവളെ എന്നെ നോക്കി എന്റെ കാലൊടിഞ്ഞ് ഞാൻ 28 ദിവസം മംഗളാര വർഷത്തിൽ കിടന്നു. ഓക്കെ. അത് അന്ന് എനിക്ക് MRPയിൽ പണിയായിരുന്നു. അവിടെ നിന്ന് പോരുന്ന വഴിക്കാണ്. MRPയിലല്ല, ഗോവയിൽ നിന്ന് വരുന്ന വഴി അടിച്ച് തെറ്റായി. വാതക്കൽ നിന്നാണ് ഡോർ വന്ന് അടിച്ചിട്ട് ഒറ്റ പോക്ക് കാട്ടിനൊടുത്ത് കാലൊടിഞ്ഞു പോയി. കാലം വെച്ച് അഴഞ്ഞ് ഒരു കുന്നും മലയും കയറി റോഡിലെത്തി. എന്നൊക്കെ അത്ര ആരോഗ്യമാണ്. ഒരു കാലം ഒരു പ്രശ്നമല്ല. അവിടുന്ന് 28 ദിവസം മംഗലാപുരം ഹോസ്പിറ്റലിൽ കിടന്നു. ഇപ്പോഴും കാലം ഫുള്ള് കമ്പിയാ. മതി ഏട്ടാ കഥ പറഞ്ഞു. ഒന്നുമില്ല. ഈ ഇടത്തെ കാലിന്റെ മുട്ടയിലിട്ട് മുഴുവൻ കമ്പിയാണ്. ഓ, ശരി ശരി. കാലം എവിടെ നിന്ന് തട്ടിയാ ഭയങ്കര വേദന. ഓക്കെ. അപ്പൊ ഇനി വയ്യൊക്കെ മാറിയിട്ട് അടിച്ചു പൊളിക്കാൻ പോവാ നമുക്ക്. അല്ല, അടിച്ചു പൊളിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയൊരു അപകടം പറ്റി അടുത്ത്. ആർക്ക്? എനിക്ക് തന്നെ. എന്നാ പറ്റി? ഒരു വീഴ്ച വീണ് പായുന്ന കൂടി ചോര ഒരു 3 കുപ്പിയോളം പോയി. ഒരു ഷർട്ടും മുണ്ടും ഫുള്ളങ്ങനെ. ഓഹോ. അത് തിരിഞ്ഞും മറിഞ്ഞും വീണു. എണിച്ചപ്പം വീണ്ടും വീണു. അക്കറില്ല. അതില് അവിടെ ഇവിടെയൊക്കെ ചതവുണ്ട്. അതിനാണ് ഞാൻ ഇപ്പൊ ഒരു എണ്ണ കുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ. ആ എണ്ണ വാങ്ങിയത് ഒരു 200 ഗ്രാം വാങ്ങിയ ഓള വേദനയും മാറും, എന്റെ വേദനയും മാറും. 10 ദിവസം കൊണ്ടൊന്ന് ഉഷാറാണ്. സാധാരണ നമ്മള് മുഖം കണ്ടാ മതി. എന്തൊരു മനുഷ്യ, എന്തൊരു ഇത്ര കാണാതിരിക്കുന്നു, എന്തൊരിത്, അങ്ങോട്ട് മാറി അങ്ങോട്ട് ഇരിയടെ എന്ന് പറയണ ആൾക്കാരാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും സ്നേഹിച്ചിരിക്കുന്ന ഒരാളെ കാണുന്നത്. എന്തൊരു പറയണ, അത് തന്നെ. ഏട്ടാന്ന് നാട്ടിലെ ഭാഷ ഇതെന്നാ? ഓ, മോളെന്ന് വിളിക്കും, തിരിച്ച് ഏട്ടായി എന്ന് വിളിക്കല്ലേ? ഇവര് പണ്ടത്തെ ഏട്ടായി ആൾക്കാരാണ് കേട്ടാ. പൂക്കിയാണ്.
നെഞ്ഞ് വേദനിക്കുന്നത് അനുസരിച്ച് അതെ, എനിക്ക് എൻ്റെ നെഞ്ഞ് വേദനിക്കും. നീ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നീങ്ങട്ടെ അങ്ങോട്ട് അതൊന്നും പറ്റില്ല, ഏട്ടന്റെ നെഞ്ചിലേ കിടക്കുള്ളൂ. പോട്ടെ. എന്താണ് ഇങ്ങനെ കാറ് കിടന്ന് മരുന്ന് മേടിച്ചു ഇവിടെ പോക്കറ്റിലൊക്കെ കീറിപ്പോ. അയ്യോ, കയറി സിമ്പിൾ ആയിട്ട് കയറി. ഓക്കെ, അങ്ങോട്ട് ബാക്കോട്ട് നീങ്ങ. ആ പടി ചവിട്ടിക്കോ, അവിടെ ഇരുന്നേക്ക് നീങ്ങ. പള്ളി ചവിട്ടിക്കോ. പോട്ടെ പോട്ടെ. കാലം ഇങ്ങോട്ട് വന്നോ. ചവിട്ടണം പറ്റുമോ? കാല് താഴോട്ട് ഓക്കെ ഓക്കെ. ആ ശരി, ആ ഫോണുണ്ട്. ഇവിടെ എന്താ വേണ്ടത്? ബെഡ്ഷീറ്റ് തിരിക്കാൻ വേണമെങ്കിൽ ഉണ്ട്. ഉണ്ടാവും. 2-3 ബെഡ്ഷീറ്റ് ഉണ്ട്. ഓക്കെ. ആ ചെയർ, വീൽ ചെയർ എടുക്കണം. ഇവിടെ തന്നെ കൂടിയാ കാല കാല കാല. ആ പോട്ടെ. കാല ഇങ്ങോട്ട് മാറ്റേ. ഇങ്ങോട്ട്. ആ ഇനി കയറി കിടന്ന് ഉറങ്ങ. പോ അങ്ങോട്ട് കയറിയിരിക്കും. കട്ടില് കയറിയിരിക്കാൻ ആ ഇവിടെ ഇവിടെ അറിയില്ല. ആ ഓക്കെ. ഭ്രാന്താകയാണ്. എന്താണ് പറയാറുള്ള? എന്താണ് എന്തെങ്കിലും കഴിക്കാൻ വേണോ? ചോറും മീനും വാങ്ങട്ടാ? പിന്നെ എന്താണ് വേണ്ട? ബിരിയാണി ആണോ? പിന്നെ എന്താ തിന്നണേ? ബിരിയാണി ഒന്നും ഞാൻ തിന്നില്ല. ഊണ് കഴിക്കോ? ഊണ് കഴിക്കോ? ഊണ് വാങ്ങാല്ലേ? ഊണ് മീൻ വറുത്ത മേടിക്കട്ടാ? വേണ്ട, നമ്മൾ ഇവിടെ ഉള്ളത് മതി. ഇവിടെ അതിന് ഇല്ലല്ല, ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ. വെള്ളം മാത്രം മതിയാ? പൈസ ചെലവാക്കുന്നില്ല. ആ വെറുതെ പൈസ ലാക്കണ്ടെന്നാ? ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ. അത് പൈപ്പിൽ വെള്ളം മാത്രമേ ഇവിടെ ഉള്ളൂ. ചോറിന് വേറെന്ത് കറി വേണം? എന്ത് പറയാ? എവിടെ വന്നിരിക്കണേ? മൂന്നാമത്തെ എവിടെ വന്നിരിക്കുന്നെന്ന് അറിയാമോന്ന്? ആ, എവിടെ? മൂന്നാമത്തെ മോളരിയത്ത്, തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത്. ആ അങ്ങനെ തിരുവനന്തപുരത്ത് എത്തി. അപ്പൊ മണ്ണിൽ ജനിച്ചു വീണ്ടും അവിടെ തന്നെ എത്തി. അവിടെ അവസാനിക്കുമ്പോ എത്തി. ഒരുമിച്ച് നിർത്താൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിർത്താം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ. പേരെന്താ? എന്റെ പേരോ? ആ, എന്റെ പേര് ശാന്ത. ശാന്ത. എത്ര വയസ്സുണ്ട്? 70 വയസ്സ് 70 കഴിഞ്ഞു. ഇപ്പൊ ഇവിടെയൊക്കെ രണ്ടായിട്ടാണ് നിർത്തണം, ആണുങ്ങൾ സെപ്പറേറ്റ് പെണ്ണുങ്ങൾ സെപ്പറേറ്റ്. അപ്പൊ അങ്ങനെ നിൽക്കുവോ? ഞാൻ ഏട്ടൻ്റെ കൂടെ. ഏട്ടന്റെ കൂടെ നിൽക്കുള്ള, സെപ്പറേറ്റ് നിൽക്കൂലേ? അത് ഇവിടുന്ന് 10-40 കിലോമീറ്റർ ഉണ്ട്. ഓ അവിടുത്തെ ചെക്കന്മാരൊക്കെ എന്റെ കൂടെ പണിയെടുത്തായിരുന്നു. ആ ആ ഓ. അപ്പൊ അമ്മ ഒറ്റയ്ക്ക് നിൽക്കൂലേ? ഒറ്റയ്ക്ക് നിൽക്കുവോ? അമ്മമാര് മാത്രം നിൽക്കുന്ന സ്ഥലമുണ്ട്, അവിടെ അമ്മയെ കൊണ്ട് നിർത്താം. അച്ഛന്മാര് മാത്രം നിൽക്കുന്നിടത്ത് അച്ഛനെ കൊണ്ടാക്കാം. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ആരെ കൂടെയും പോയില്ല. എൻ്റെ ഏട്ടനും ഞാനും ജീവിച്ചിട്ടുള്ളൂ, എനിക്കതേ അറിയുള്ളൂ. എന്റെ ഏട്ടന്റെ കൂടെ മാത്രം നിൽക്കുള്ളൂ, സെപ്പറേറ്റ് നിൽക്കൂല. ജീവിച്ചിട്ടുള്ളൂ ഞാൻ. ജീവിച്ചിട്ടുള്ളൂ. ഏട്ടന് അത്ര ഇഷ്ടമാ? ഏട്ടന് ഉയരാണ് അല്ലേ? ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ആൾക്കാരെ കാണുന്നത്. സാധാരണ കല്യാണം കഴിഞ്ഞ് ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഏട്ടനും മോളുമായിട്ട് തമ്മിലടിച്ച് പിരിഞ്ഞ് പിന്നെ മുഖത്ത് നോക്കൂല, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും, കണ്ടാ മൈൻഡ് ചെയ്യില്ല. ഇവിടെ ഇപ്പൊ ഇതുവരെ ഒരു കച്ചറ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും വാക്ക് പറയുന്നല്ലാതെ ഒരു കച്ചറ കൂട്ടോ ഇതുവരെ ഞങ്ങൾ ഉണ്ടായിട്ടില്ല. അന്നും അതെ ഇന്നും അതെ, ഇനി അങ്ങോട്ടും അത് തന്നെ. ആ ഏട്ടന് ഞാനും എനിക്ക് ഏട്ടനും, അത്രയും മതി. ശാന്തയെന്ന് അല്ലാണ്ട് വിളിക്കുക? വേറെന്താ വിളിക്കുന്നത്? വേറെ
മോളേന്ന് വിളിക്കുവോ? ചിലപ്പോ മോളെന്ന് മോളേന്ന് വിളിക്കും. മോളേന്ന് വിളിക്കും. 60 വർഷം 53 വർഷം കഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? 53 വർഷമായിട്ടുള്ള അവര് ആ ബോണ്ടിങ്. വയ്യാത്തരം കുളപ്പിക്കുന്നു ഇതൊക്കെ ഭക്ഷണം വീട്ടുകളുണ്ട്. അത് ഒരു പുതിയ കാണിച്ചു. അമ്മ കടിച്ചാ? എനിക്ക് ഓർമ്മയില്ല. അമ്മയെ കുളിപ്പിച്ചാരാണ്? ഒരു ഏതെങ്കിലും അല്ല ആന്റിമാരെല്ലാം തന്നെ കുളിപ്പിച്ചേ? അമ്മ കടിച്ചെന്ന് പറയണ ഇല്ലേ? ആ പറയുന്നുണ്ട്. അമ്മ കടിച്ചിട്ടില്ലല്ലേ? ഞാൻ കടിച്ചു, എനിക്ക് ഓർമ്മയില്ല. അമ്മ കടിക്കാൻ അമ്മ എലിയാ അല്ലേ? പിന്നെ തന്നെ കൊണ്ടുവരാൻ ആ പിന്നെയാണ് കടിക്കണത്. ഓ, അങ്ങോട്ട് 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 തലയാണ് ഇവിടെ. ഇതിന്റെ ആ സർക്കസുകൾ കാണും. അതെനിക്ക് പറ്റില്ല. വന്നോ, ചാഞ്ഞോ 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 ചാഞ്ഞോ, ഞാൻ പിടിച്ചോളാം. ചാഞ്ഞോ 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 ചാഞ്ഞോ. ആ അങ്ങനെ ചാഞ്ഞോ. ആ അങ്ങനെ ചാഞ്ഞോ. അത്രേ ഉള്ളു അത്രേ ഉള്ളു. ആ അത്രേ ഉള്ളു. തല വേണമെന്ന് വെച്ചോ. തല ഞാൻ വെച്ചോ. തല വേണ്ട. ശരി. രണ്ടാള് വേറെ രഞ്ജത്തുണ്ട്, ഒക്കെ ഭർത്താവുണ്ട്, ഒക്കെ സുഖമാണ്. ഇപ്പൊ നാട്ടിലാരും അന്വേഷിക്കൂലേ? നാട് എന്ന് പറയാനൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വീട്ടിലിങ്ങനെ ഓരോ വീട്ടിൽ നാടൊന്നുമില്ല. ആരും അന്വേഷിക്കും? നാടങ്ങനെയൊന്നുമില്ല. നാടകമൊന്നും നാടകമില്ല. നാടുമില്ല നാടകമില്ലേ? ഒന്നുമില്ല. നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ? ഭർത്താവിൻ്റെ ഓരോ കൊണ്ടുവരാൻ ഞങ്ങൾ വെക്കും, തിന്നും ഇതിൻ്റെ പണി. വേറെ ഒരു പണി അതാണ് നിന്റെ അടുത്തിൻ്റെ കാര്യം. എന്റെ ഏട്ടന്റെ എൻ്റെ അടുത്ത് ഏടത്തിയാ? ആരുമില്ല എൻ്റെ അടുത്ത്. ഏടത്തി എവിടെയുണ്ട്? ഇവിടെ എവിടെ? എവിടെയാ? ഇവിടെ ഉണ്ടാവും. തിരുവനന്തപുരത്താ? ദിവസം ഇവിടെ ഉണ്ടാവും. എവിടെയാണുള്ളത് ഏട്ടത്തി? ഏട്ടത്തി എവിടെയാ ഉള്ളത്? ഇവിടെ എൻ്റെ ഏരിയത്തുണ്ടായിനി. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ആയതിനെ കൊണ്ട് ഏട്ടന് ഏട്ടന് ഇവിടെ നിൽക്കുന്നില്ല. അങ്ങനെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. എവിടെയാണുള്ളത്? തിരുവനന്തപുരത്തുണ്ടാ? എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഏട്ടത്തിന്റെ നമ്പർ ഉണ്ടോ? നമ്പറൊന്നും എനിക്കറിയില്ല. എന്നാ ഏട്ടത്തെയും കൂടെ ഇങ്ങോട്ട് വിളിക്കാം. അപ്പൊ ഒരു സഹായമാവില്ല. പിന്നെ 15 വയസ്സ് കൂടുതൽ പണിക്ക് പോണ ആളല്ലേ. കൈസമ്പനിയിൽ പോകുന്ന അവിടുന്ന് പണിയെടുത്ത് വരുന്നതാണ്. അത് കുറേ വർഷമായിരുന്നു. അതെനിക്ക് അത്ര വലിയ കല്യാണം കഴിഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് വർഷത്തിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല. ഞാനും അച്ഛനും ഏടത്തി എൻ്റെ അഞ്ചത്തി ആണുള്ളത്. ഞങ്ങൾ വേറെ ആയിരുന്നു. അഞ്ചത്തിക്ക് കുഴപ്പമില്ല. അവിടെ തന്നെ ഏട്ടത്തിന്റെ കാര്യമോ? ഏട്ടത്തെ നമുക്ക് ഇങ്ങോട്ട് വരുത്താം. അപ്പൊ ഒരുമിച്ചാവും. ഏട്ടന് വലിയ താല്പര്യമൊന്നുമില്ല. ഏട്ടന് ഇഷ്ടമല്ലേ? കൊടുത്തിരിക്കുന്നുണ്ടോ? ഞങ്ങളങ്ങനെ കഴിഞ്ഞ ഞങ്ങളെ അടുത്ത് അനുസരിച്ച് ചങ്ങാഴ്ചകളെ പോലെ കഴിഞ്ഞതാണ്. മൂപ്പരെ സമ്മതിക്കില്ല, അമ്മൂട്ട് സമ്മതിക്കില്ല.
ഏട്ടനോട് പറഞ്ഞു നോക്കാം ഏട്ടത്തിയെ കൂടെ കൊണ്ടുവരാൻ. പറഞ്ഞാൽ കേൾക്കുന്ന നമുക്ക് നൈസാ പറഞ്ഞു നോക്കാം. ഇഷ്ടമല്ല. ഏട്ടത്തി കല്യാണം കഴിഞ്ഞിട്ടില്ല? ഇല്ല. ഇല്ല. കല്യാണം കഴിച്ചിട്ടില്ല. അമ്മേരെ ചേച്ചിയാണോ ഏട്ടത്തി? എൻ്റെ ചേച്ചി. സ്വന്തം? സ്വന്തം. രണ്ടുപേരേ ഉള്ളൂ നിങ്ങള്? ഞങ്ങൾ 3 ആളുണ്ട്. ഉം. പിന്നെ അഞ്ചത്തി ഉണ്ട്. എന്നിട്ട് എവിടെയാ? അത് ഇവിടെ തന്നെ ഉണ്ട്. പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്നിട്ട് എന്നെ പ്രതീക്ഷിച്ചിരിക്കാവൂലേ. ആര്? ഏട്ടത്തിയാ? അടുത്ത് അഞ്ചത്തിയൊക്കെ. പ്രതീക്ഷിച്ചിരിക്കുകയൊന്നുമില്ല. അല്ല, അതന്നെ ഞങ്ങളങ്ങനെ ഉള്ളു. വേറെ ഞങ്ങൾക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ അടുത്ത് അഞ്ചത്തികള് മാത്രം. ചങ്ങാഴ്ചകളായിട്ടിരുന്നു. അച്ഛനും അമ്മ എവിടെ പോയി? അച്ഛനും അമ്മയും മരിച്ചു. മരിച്ചുപോയി. ഏട്ടത്തി കല്യാണം കഴിച്ചിട്ടില്ല. ഏ, അനിയത്തി കല്യാണം കഴിഞ്ഞ? ഉം. മക്കളുണ്ടോ? ഉം. മക്കളുണ്ട്. അനിയത്തി ഞാനും കല്യാണം കഴിച്ചു. കഴിച്ചു. ഏടത്തി കല്യാണം കഴിച്ചു. കഴിച്ചില്ല. അന്ന് എത്രയോ ആൾക്കാർ പറഞ്ഞ് കേട്ടില്ല. അതെന്നിപ്പോൾ ഒരു തണലായിട്ട് ഒക്കെ ഒരാളാകുകയും ചെയ്യില്ല. അതാണ് അവളെ പറയുന്നത് തന്നെ. എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇനിയിപ്പോ എന്തായാലും തിരുവനന്തപുരത്ത് എത്തി. തിരുവനന്തപുരത്ത് നിൽക്കാം ഇവിടെ. ഏട്ടത്തിയെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ ഏട്ടത്തി എവിടെയാണ്? ഇത് തിരുവനന്തപുരം. അല്ല, ഏട്ടത്തി ഉള്ളത് ഇവിടെ തന്നെ. തിരുവനന്തപുരത്താ? ഇവിടെ ഏരിയ തന്നെയാണ്. ഇവിടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള വീട്ടിൽ. ആരെ വീട്ടിന്റെ? ഏടത്തിയുള്ളത്. ആരെ വീട്ടിന്റെ അപ്പുറത്ത്? ഇവിടെ വീടില്ലേ? ഏത് വീട്? ഇവിടെ ആ വീടിൻ്റെ അപ്പുറത്തുള്ള വീട്ടിലാണ്. സ്ഥലം എവിടെയാണ്? ഇത് ഇവിടെ തന്നെ. അല്ല, സ്ഥലത്തിന്റെ പേര്? സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. കോഴിക്കോടല്ല ഇത്? ഇത് കോഴിക്കോടാണ്. ഇതാ? ഇത് കോഴിക്കോടാണ് ഞങ്ങളുള്ളത്. അയ്യോ അമ്മ ഇപ്പൊ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. കോഴിക്കോട് നിന്നൊക്കെ വന്ന് ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് എത്തി. അതെനിക്കറിയില്ല. ആ, ഏട്ടൻ ഇവിടെ ഉണ്ട്. ഏട്ടനും ഭാര്യയും മക്കളും ഒരു മോളും ഉണ്ട്. ഏതേട്ടൻ? എൻ്റെ ഏട്ടന്. ഏട്ടൻ അങ്ങോട്ട് പോയിന്ന് അറിയില്ല. സോമേട്ട എവിടെ പോയി? അറിയില്ല. അറിയില്ലേ? പുറത്തേക്ക് പോയതാണ്. ആണോ? എന്താ പുറത്ത് വെച്ച് പറഞ്ഞില്ലേ പോയത്? അതൊന്നും പറയുന്നില്ല. പറയുന്നില്ല. സോമേട്ടൻ കൊള്ളാം. എന്ത് പറയുന്ന നല്ലോണം നോക്കുകയൊക്കെ ചെയ്യും. ചെയ്തിരുന്നില്ല. ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്നോട് നോക്കിക്കുന്നു. അതൊക്കെ തന്നെയുള്ളൂ എനിക്ക് പറയാനുള്ളത്. നല്ല സ്നേഹമാണ്. സ്നേഹമാണ്. ഒരു കച്ചറയും കൂട്ടവും ഞങ്ങൾ തമ്മിലുണ്ടായിട്ടില്ല. നോക്കും, നല്ലോണം നോക്കി. എന്ത് വേണമെന്നാലും അപ്പം കൊണ്ടുവരും. അതൊക്കെ ചെയ്യും. പക്ഷെ എനിക്കിപ്പോൾ അതൊന്നല്ല. എനിക്കിപ്പോൾ എൻ്റെ അടുത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഞാൻ പോയി പറഞ്ഞാൽ മതിയോ? ഏട്ടത്തീരെ വീട് അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് പറഞ്ഞാൽ മതിയാ? അല്ല മോനെ, അത് ആരറിഞ്ഞാലും നമുക്ക് നോക്കാം. പ്രശ്നമൊന്നുമില്ല. എനിക്കും കൂടി ഇവിടെ നിൽക്കാൻ കഴിയലുണ്ടാവില്ല. അതൊക്കെ കുഴപ്പമില്ല. ഇവിടെ അല്ലേ, നമുക്ക് വേറെ സ്ഥലത്ത് പോവാം. പോരെ? അടുത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. ഏട്ടത്തിയ ഞങ്ങളെ നോക്കിക്കൊണ്ട് നടന്നു. അമ്മ കരയണ്ട. അമ്മ ഇങ്ങനെ കൊച്ചു പിള്ളേർ കരയും പോലെ ഇരുന്നുകൊണ്ട് കരഞ്ഞ ഏട്ടത്തിയൊന്നും വരൂല. പിന്നെ ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴേ ഏട്ടത്തി വരുള്ളൂ. കേട്ടാ? കാണാ കണ്ണീനൊക്കെ കണ്ട. കരയാൻ പോലും കണ്ണീരില്ല. പോട്ട്. കൊച്ചു പിള്ളേർ കരയാൻ പോലെ. നമ്മളില്ലേ, നമ്മൾ പോരെ?
അമ്മക്കിപ്പോ നമ്മളില്ലേ? ഉണ്ട്, ഉണ്ട്. നമ്മള് പുതിയ ചങ്ങാഴ്ചകളായിക്കോ? അടുത്തേക്ക് ആരുമില്ല. ഏട്ടത്തിക്കാ? അതെല്ലാം വിഷമം. ഏട്ടത്തിക്ക് പുതിയ ചങ്ങാഴ്ചകളെ കിട്ടിക്കാണും. അടുത്തേക്ക് ആരുമില്ല. അടുത്ത് ഞങ്ങളെയൊക്കെ നോക്കി വളർത്തി വലുതാക്കി ഒക്കെ നടന്നാണ്. അടുത്തേക്ക് ആരുമില്ല. അതൊന്നും സോമേട്ടനോട് പറയാൻ പറ്റൂല. പറയണ്ട കേട്ടോ, സോമേട്ടനൊന്നും പറയണ്ടേ? പറഞ്ഞല്ലേ ഏട്ടത്തിയുടെ അടുത്ത് പോകാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവർക്കും ഞാൻ ഒന്നും പറയാത്ത മൂപ്പരെ പേടിച്ചിട്ടാണ്. ഇതൊന്നും പറയുന്ന മൂപ്പർക്ക് ഇഷ്ടമല്ല. ഇന്ന് ഞങ്ങളെ പറയില്ല. ഈ കാര്യം ഒന്നും പറയാൻ പാടില്ല. പറയുമ്പോൾ ദേഷ്യമാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? മോനെ കുഴപ്പമില്ല, നമുക്ക് ഏട്ടത്തി എത്തി ഇങ്ങോട്ട് വരാൻ പറയാം. ഏട്ടത്തിയും കൂടെ ഇവിടെ ഇരുന്ന് ഇരുത്താം പോരെ? ഏട്ടത്തി പണിക്ക് പോകണുണ്ട്. ഐസോമിനിൽ പണിക്ക് പോകുന്നുണ്ട്. അമ്മ വിഷമിക്കൊന്നും വേണ്ടാട്ടാ. മറ്റേ കൈ നോക്ക്. തന്നെ സോമാടിന് ഇഷ്ടമല്ല. എന്തോന്നു? ഒരു അമ്പളരി വെച്ചോ. കൈ എന്താ ചുളുങ്ങിയിരിക്കണ കൈ. മറ്റേ കൈയൊക്കെ ചുളുങ്ങി. സ്ട്രോങ് ആയിട്ടിരിക്കണം ചേട്ടാ, എല്ലാരും വരും. എത്ര സങ്കടം ഉണ്ടാവും. അതാണ് എനിക്ക് സങ്കടം. ഒരു നല്ല ജീവിതമായിട്ട് ജീവിക്കണം. എനിക്ക് ഒരു പ്രശ്നമില്ല. നല്ലോണം ജീവിക്കല്ലേ. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ അഞ്ചെത്തി നല്ലോണം ജീവിക്കല്ലേ. ഒരു പ്രശ്നമില്ല. ഭർത്താവുണ്ട്, ഉണ്ട്. അവളെ പറ്റി ഇപ്പോൾ ചിന്തിക്കുക വേണ്ട. അതുപോലെയല്ല എൻ്റെ അടുത്തൊരു പാവമാണ്. ഇതാരാണ്? ഇതാരാണ്? അല്ല, സുന്ദരി കുട്ടിയായിട്ട് ഇരിപ്പുണ്ടല്ലോ. കണ്ണൊക്കെ തുടക്കി. കണ്ണൊക്കെ തുടച്ച് അല്ല സുന്ദരിയായി. പേരെന്താണ്? ശാന്തക്കുട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഊണൊക്കെ മേടിച്ചിരിക്കുകയാണ്. ഊണും പ്ലേറ്റൊക്കെ മേടിച്ചിട്ട് വന്ന് റൂമിൽ കൊണ്ടുപോയി കൊടുക്കാം. രാവിലെ കാപ്പി കുടിച്ചതാണ്. അപ്പം ഇനി ലേറ്റായി, ചോറ് കൊടുക്കാം. അതിൻ്റെ പകുതി മതി, ബാക്കി അങ്ങോട്ട് ഇട്ടേക്ക്. കൈ കൊണ്ട് അങ്ങോട്ട് വരെ ഇട്ടേക്ക്. ഒരു ചോറും കഴിക്കൂലേ? അല്ലല്ല, കപ്പ. അതാകെ പരിപാടി പറ്റുന്നു. കൊടുക്കണേ. ഇവിടെ ചോറൊക്കെ കഴിച്ചിരിക്കണമെന്ന് പറയണം. എന്നിട്ട് നല്ല കിടപ്പ് രോഗികളോ നോക്കാനോ ഒന്നുമില്ല. അതിന് എന്തിനാണെന്ന് തോന്നിയാൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടേക്ക് പോയി. അത്ര തന്നെ. ഞങ്ങളെ നോക്കാൻ തന്നു. കാര്യം പറയാതിരിക്കണം. മായ പറഞ്ഞു എന്താ ചോറ് വായലേക്ക് പോകില്ലേ? സാമ്പാർ ഒഴിക്കട്ടെ പോരാ. ചിക്കൻ എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ വെന്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞെരടി കഴിഞ്ഞാൽ പൊടി പൊടിയായിട്ട് ഇന്നും ഇപ്പോൾ ഇത്രയും വയ്യെങ്കിലും ഞാൻ പിടിച്ചിരിക്കുന്ന ഭക്ഷണം ഞാൻ കുറയ്ക്കാറില്ല. ചിലപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒന്നുമില്ല. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ആകെ മനസ്സിന് അങ്ങോട്ട് വേദനയായി. ഇതിൻ്റെ ഈ പോലും ഇവിടെ വന്നതിന് ശേഷം പറയുന്നു. അത് ഞാൻ നിന്നിട്ട് കാര്യമില്ല. നമ്മളെ അങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുന്നു. ഭാര്യ കൊടുത്തിട്ടായാലും പിന്നെ വലിയ വീടാ, എന്നാലും ഇപ്പം നടക്കും.
മീൻ പറ്റ ഒരു ദിവസം ഞാൻ കുളിക്കാറില്ല. ഏത് പനിയായാലും ഏത് മഴയായാലും എനിക്ക് വൈകുന്നേരം ഒരു നേരം 2 നേരം കുളിക്കായിരുന്നു. അപ്പോൾ മാറ്റി ഇപ്പോൾ ഒരു നേരം മീൻ മീനുണ്ട തിന്നോ? ഞാൻ 2 എണ്ണം എടുത്ത് വെച്ചു, നിനക്കൊന്നേ തന്നോ? നമുക്കത് വേണ്ടല്ല. പിന്നെ ഈ കഷ്ണമൊന്നും ഒക്കെ അടിക്കാൻ പറ്റില്ല. തോരൻ തരട്ടെ? വെള്ളം വേണം. ഇത് മുറിഞ്ഞ കാലം കൊണ്ട് ഞാൻ കിലോമീറ്ററുകൾ നടന്നു. ഈ ചിരട്ട പോയി കഴിഞ്ഞാൽ കാലം മുമ്പോട്ടേ പോകും, മുമ്പോട്ട് വരില്ല. അങ്ങനെ കുറേ പെട്ടു. എന്നിട്ട് വെള്ളം അരച്ച് വല്ലതും തിന്നാൻ പറ്റുമോ? എന്ത് ചവിട്ടി അറിയാ? മതിയാ. നീ തീരുമാനിക്കുന്നത്. ഞാൻ കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ച് ഉടയ്ക്കാൻ പറ്റുന്ന ഉടച്ചായിരുന്നു. മതിയും. 4 ദിവസം മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ എൻ്റെ ക്ഷീണം എല്ലാം മാറും. അതിൻ്റെ കൂടെ നമ്മുടെ എണ്ണയും കിട്ടിയാൽ അത് ചുടുവെള്ളം വേണം. അതിന് വേണ്ട, കയ്യിലോട്ടൊന്ന് ശരിയാക്കി എടുക്കണം. കൈ കൊണ്ട് തൊടണ്ട, വായാട്ടാണ്. ആ വായ നാട്ടിലെ കുട്ടി കിടക്കലൊക്കെ ഇങ്ങോട്ട് കയറിയാൽ പറയുമ്പോൾ എന്നെ കൊണ്ട് മാറിയിട്ടുണ്ട്. അത് വേറെ അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും. വേറെ ഇറച്ചി കയറുന്നു മതിയായിട്ടാണ്, അതൊന്നും നടക്കൂല ഇവിടെ. വെള്ളം നിറഞ്ഞ് എനിക്കറിയാം. പിന്നെ ആൾക്കാർ ഓടി വരും. ഇവിടെ എന്തോ വെള്ളം നടക്കുന്നു, കൈ കൊണ്ട് വരണ്ടെന്നാണ്. പിന്നെ ഞാൻ അനുസരിക്കണം. വായ തുറക്കണം. അഭ്യാസം കളിക്കാം. ഒറ്റയടിക്കാൻ പണിയെടുത്ത് മതിയായിട്ടാണ്. മതിയൊന്നായില്ല. വയറ് കയറുമ്പോ എനിക്കറിയാം. രാത്രി ആയില്ല, ഉച്ചയാണിത്. മത്തി നല്ല ഭരിച്ച മത്തി അതുകൊണ്ട് തിന്നെ. അപ്പോൾ കയ്യിൽ കടിക്കണ്ട. കാത്തവന് നമുക്ക് വിലക്കുള്ളൂ. ഒന്നും സത്യം പറയാൻ ഇവിടെ ഒന്നും എത്തില്ല കേട്ടോ. പറ്റില്ല. ഞാൻ ജനിച്ച നാടിനടുത്ത് അതേ ഇതിലെത്തണമെങ്കിൽ ആ ദൈവത്തിന്റെ പകർത്ര ഉണ്ടാവും. അത്രേ ഉള്ളൂ. ആരെയും കാണണ്ട, എവിടെയും പോകണ്ട, അങ്ങോട്ട് ആ നാടേ വേണ്ടെന്ന് വെച്ച് പോയാണ്. ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് 12 വയസ്സിൽ പോയല്ല, 83 വയസ്സായി. എത്ര കൊല്ലം. അപ്പൊ നേരെ അവിടെ മലപ്പുറത്തായിരുന്നു. മലപ്പുറത്തല്ല, ആസാം, ഭൂട്ടാൻ, കൽക്കട്ട, ഗുവാഹട്ടി, കോയമ്പത്തൂര്, തമിഴ്നാട്, കമ്പം, കൂടല്ലൂർ, ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട്. കായംകുളം, നീതിക്കാട്. ഇപ്പൊ ശാന്തമ്മ മംഗലാപുരമൊക്കെ പോകുമ്പോൾ മംഗലാപുരത്ത് MRPL വർക്കിന് പോകുമ്പോൾ 10 കൊല്ലം ഞങ്ങൾ മംഗലാപുരത്തായിരുന്നു. അവിടെ ഒരു പുതിയ കമ്പനി വന്നിട്ടുണ്ട്, MRPL. 10 വർഷം കർണാടകയിലുണ്ടായിരുന്നു. അങ്ങനെ ഓരോ നാട്ടിലും പോയി ഓരോ ഭാഷ പഠിച്ച് ഓരോ ജീവിതവും പഠിച്ച് അവിടെയൊക്കെ പിന്നെ സാധനത്തിന് വിലക്കുറവാണ്. ഇവിടെ എന്താ വില ഇപ്പൊ പെട്ടെന്ന് കൂടി 450. അത് ഉപ്പിക്കല്ലേ വില കൂടിയേ. ചോറ് തിന്നണം, ചോറ് അവിടെ ബാക്കിയാണ്. ആ വേട്ടയ്ക്ക് കേട് വരും. കൈകളൊക്കെ വയറ് അഭ്യാസമൊന്നും കൊണ്ട് നടക്കരുത്. അത് ശരിയാവുന്ന കൂട്ടത്തിലല്ല. സ്നേഹമൊക്കെ ഉണ്ട്, കാര്യമൊക്കെ ശരിയാണ്. തിന്നുമ്പോൾ തിന്നണം. എത്ര ചോറ് കഴിക്കണം എന്നുള്ളത് നമുക്കറിയാം അല്ലേ? എനിക്കറിയാം, അളവറിയാം. ആ അത് തന്നെ. സ്നേഹം ഞാൻ എത്രയും സ്നേഹത്തോടെ തരുമ്പോ അത് തിന്നോടെ. നീ തിന്നിട്ട് വേണം എനിക്ക് എന്നാ വിശക്കുന്ന എനിക്ക്. ലാസ്റ്റ് പെട്ടെന്നാവണം. അത് തന്നെ വെച്ചോണ്ടിരിക്കാൻ. വെള്ളം കുടിക്കല്ലേന്ന്. വെള്ളം കുടിച്ച് വയറ് വേപ്പിച്ച് കഴിഞ്ഞാൽ ചോറ് തിന്നാൻ പറ്റൂല. അങ്ങനെയാണ് പഴമക്കാര് പറയണേ. ആണെങ്കിൽ മീനാണ്.
ആ മത്തി ആ പൊരിച്ച മത്തി ഇതാ എന്നെയുണ്ട് ഒരു കഷ്ണം ഇതെവിടെ തിന്നിട്ട് നിർത്താം ഇങ്ങനെ ഏട്ടായി വാരി തന്നപ്പോ എല്ലാം തിന്ന്. തിന്നേ പറ്റൂ, തിന്നില്ല തീറ്റിരിക്കുമല്ല. ഒരാഴ്ച ഭക്ഷണം ഇല്ലാത്തതാണ് ഈ കാണുന്ന പോലെ. ഒരാഴ്ച ഭക്ഷണം പറ്റി എന്തുമാതിരി തടി ഉണ്ടായിരുന്നാണെന്നറിയാം. ആ ഈ വീണതിന് ശേഷം ഭക്ഷണം ഫുള്ള് യാത്ര കിട്ടി കയ്യിൽ കാശുണ്ട്. ആ പക്ഷെ എവിടെയും മുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, വണ്ടിയിൽ നിന്ന് ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട് എറണാകുളത്ത് വലിയ കാശില്ലാതുണ്ട് എറണാകുളത്ത് പോയിട്ട് 150 രൂപ ഹോട്ടലിലേക്ക് കഴിച്ചു. ആ ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നു. വെള്ളം വെള്ളം കൊടുക്കാതെ ചോറ് കഴിപ്പിക്കുന്നു. പണ്ട് കൊച്ചു പിള്ളേരെ വെള്ളം കുടിച്ച് വയറിറക്കുക അത് വേണ്ട. എന്നാ അതിൽ മീനാണ് മത്തി പൊരിച്ചത്. വായ തുറക്കടി വായ അടിയിട്ട് ഏട്ടാ ഒന്നും ചെയ്യില്ലെന്ന് വിചാരിക്കട്ടെ, അടിച്ച് ചെപ്പായിരിക്കും. എന്നാ ആടെ മീനാണത്, അല്ല വെറുതെ അല്ല. ആ മത്തി തീരട്ടെ എന്ന് വെച്ചിട്ട് അതെ ഇതും മത്തിയാണ്. അതോടെ തരും, ഇനി തരില്ല കേട്ടോ. ഇനി ഞാൻ വരുത്തുന്നുള്ള എക്സിലായാലും കൊണ്ടില്ല, ചോറല്ല കളയാൻ പറ്റില്ല. ഇതെന്താ പൂളയൊക്കെ വാങ്ങിയ പല്ലെന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ വായിലില്ല. അവിടെ വയ്ക്കാം മോളെ, അവിടെ വയ്ക്കാൻ ഞങ്ങളുടെ തരും. ദേഷ്യം പിടിപ്പിക്കരുത് എന്നെ, ശരീരം കേട് വരിക. സോമൻചേട്ടന് ദേഷ്യം വന്നാണ്ടല്ല, സാധാരണ പറപ്പിക്കും. ഇതോടെ തിന്നാ മതി, ഇനി ഞാൻ തരുന്നില്ല. ഇതോടെ തിന്നടേ ലാസ്റ്റ് ഒന്ന് കണ്ട അതവിടെ പാത്രം വെച്ച് ലാസ്റ്റ് കൈ കേട്ടോ ലാസ്റ്റ് തീർന്നു. ഇത്രേ ഉള്ളു. പിന്നെ വെള്ളം കുടിക്കുക എന്ത് വേണം. തരാനല്ല, ചോറ് തരാനല്ല, തുടച്ചു കളയണത്. ഇത് ഏതൊരു മേടം ഞാൻ പറഞ്ഞല്ലോ. ആ ചോറ് കണ്ടല്ലേ കഴിഞ്ഞാടം. പിന്നെ അതിലൊക്കെ ഉണ്ടാ എന്തല്ല നിന്റെ തീറ്റല്ലേ? അല്ല നാളെ ഇതൊക്കെ തിരുമ്പണം. അവിടെ ക്ഷണിക്കണോ? അല്ല അതിനെ തിന്നത് എന്തേ ആ ആയി ഒക്കെ പോയി. അമ്മ നമ്മള് പോയിട്ട് വരാമേ. അമ്മ പോയിട്ട് വരാം. പറഞ്ഞോളെ ടാറ്റാ. ടാറ്റ, പോയിട്ട് വരാം. ടാറ്റ. ഓക്കെ ഇരിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടോ? അതിരുന്നോട്ടെ. അത് മതി. ചായ കുടിക്കാം അമ്മ, ചായ കുടിക്കാം അമ്മ, ചായ കുടിക്കാമോ? ബാ എണീര്, വേണ്ടി ചായ കുടിക്കാം, ചായ കുടിക്കാം എണീര്. രാത്രി 7 മണിയാകുമ്പോൾ പോകണം, ചായ കുടിക്കാം. ബാ എണീര്. ആന കുത്തിയാൽ എണീക്കില്ലെന്ന് പറഞ്ഞതാണ്. തീവണ്ടിയിലാണോ? എന്തിനാ വിഷമം? പറയണേ, നാക്കുമായൊന്നുമില്ലേ? കരയണം. എന്തിനാ കരയണേ? കരയുന്ന പരിപാടിയുണ്ടോ? എന്തിനാണ് കരയണം? എന്താ വിഷമം? എന്തിനാ കരയണേ? കരയുന്ന ഒന്നുമല്ല, എനിക്ക് പണിക്കൊന്നും വയ്യല്ലോ. നമ്മളിങ്ങനെ ആയിപ്പോയല്ലേ. ഇത്ര പ്രായ ആള്, 19 വയസ്സ് ആള് പഞ്ഞ് എന്ത് പഠിക്കാൻ പറ്റുമോ? തേയ്മാനമല്ലെങ്കിൽ ഞാൻ ഒന്നും പണിയെടുക്കും. പണിക്ക് പോകണമെന്നാണ്, പണിക്ക് പോകാൻ വേണ്ടിയാണ് കരയണത്. കുഴപ്പമില്ല, എണീറ്റ് കിടക്കുമ്പോൾ നമുക്ക് വല്ല തിമ്മൻ്റെ ഒക്കെ എടുക്കാൻ പോവാം, പോരെ? അവള് പണിക്ക് പോവാം. ആണോ? എനിക്ക് വയ്യാത്തല്ലേ. പണി ഞാൻ തരാം, ചെറിയ പണിയുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടൊക്കെ ഒന്ന് അടിച്ചു വളക്കി. വീട്ടിൽ ചെയ്യുന്ന പണികളുണ്ട്, അത്രേ ഉള്ളൂ. അതാണ് പ്രശ്നം. പിന്നെ മിണ്ടി പറയാൻ ആരും ഇതുണ്ടാവും. എൻ്റെ അടുത്ത് ഇപ്പം അങ്ങനെ പഴയ പോലെ വർത്താനമൊന്നുമില്ല. ഒക്കെ നിർത്തിയിട്ട് എപ്പോൾ മരിച്ചു? അതൊക്കെ കൊല്ലങ്ങളായി.
അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിലുള്ള വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവരൊക്കെ പോകേണ്ട നേരത്ത് അവര് രക്ഷപ്പെട്ടു. എല്ലാരും ഇപ്പൊ നമ്മളെ കാത്തിരിക്കുവോ? നമ്മൾ വന്നത് ജനിക്കുമ്പോ നമ്മൾ ഒറ്റയ്ക്ക് വരുന്നു, മരിക്കുമ്പോ നമ്മൾ ഒറ്റയ്ക്ക് പോകണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ അവര് പോയതിനെ കുറിച്ച് എനിക്ക് അത് മാത്രം പറ്റില്ല. ഞാൻ പറഞ്ഞേക്കാം, കരയാൻ വേണ്ടി നമ്മൾ എത്രത്തോളം കരയും അത്രത്തോളം നമ്മൾ ടയേർഡായി നമ്മൾ വയ്യാണ്ടായി പോകും. ഇപ്പൊ അവര് ജീവൻ വെച്ച് തരാണ്. അപ്പൊ ഇന്നലെ വന്ന് ഭക്ഷണം ഇനി എന്തിനു വേണോ ആ കുഴമ്പൊക്കെ തേച്ച് നമ്മളുണ്ട്. ഓക്കെ, നമ്മളൊരു വീട് അവിടെ നോക്കി വെച്ചിരിക്കണം, അങ്ങോട്ട് പോയി വീടൊക്കെ സെറ്റ് ആക്കിയിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, ജീവിതകാലം മൊത്തം നമുക്ക് അവിടെ കാണും. അവിടെ ക്ലോസറ്റ് മറ്റേ ചീത്ത വിളിക്കുക, അപ്പൊ അവരെല്ലാം കൂടെ അടിക്കാൻ വരും, അപ്പോൾ നല്ല ബഹളമാവും. അങ്ങനെ ഒരു നല്ല രസമായിരിക്കും ഇവിടെ. ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നു. കഴിച്ചു കുടിച്ചോ? നല്ല ടേസ്റ്റ് ഉണ്ട്. അതെന്ത് വെച്ച് നമുക്ക് കുടിക്കണ്ടേ? അത് പറയും. കേസ് 1 2 3 എല്ലാം പറയായിരുന്നു. കന്നഡ കാപ്പി കുടിച്ചാ? ഉണ്ടായിരുന്നു. ഇന്നിപ്പോ കണ്ടില്ലേ? കാപ്പി ഒന്നും കുടിച്ചില്ല? കാപ്പി കുടിച്ചു, ചായ കുടിച്ച്, ഒന്നും തിന്നില്ല. കാര്യം അച്ഛനങ്ങനെ ഞങ്ങളെ കൊണ്ടുനടന്നതാണ്. അതിനൊന്നും ഒരു സുഖം ദൈവം കൊടുത്തിട്ടില്ല. അച്ഛനെന്നെ ഇങ്ങനെ കാലം എങ്ങനെ നടന്നു, പണിയെടുത്ത് ഇങ്ങനെ നടന്നു. അതിന് വേണ്ടിയിട്ട് എന്തമ്മ ഇങ്ങനെ കരയണത്? എന്താണ് പ്രശ്നം? പറഞ്ഞു. ഇപ്പൊ ഇവിടെ ചേട്ടൻ്റെ കൂടെ ജീവിക്കുന്നു വേണ്ടേ? മരിച്ചു പോയിട്ട് എന്ത് ചെയ്യാനാണ്? അതാണോ വിഷമം? എന്തിനാണ് മരിക്കണമെന്ന് പറയണേ? എന്താണ് വിഷമം കൊണ്ട് പറയണം? വിഷമം എന്തിനാണ് മരിക്കണേന് പറയേണ്ട? വിഷമം എന്താണ്? നമ്മളൊക്കെ ഇല്ലേ? അതുകൊണ്ടാ ചേട്ടന് ബുദ്ധിമുട്ടാണെന്നാണ്. ചേട്ടന് ഇത്രയും സ്നേഹമായിട്ടല്ലേ നോക്കണത്, അല്ലാതെ ആരിങ്ങനെ നോക്കും? അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കിയിട്ട് പെട്ടെന്ന് മരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കിയില്ല എന്താണ് അർത്ഥം? ഇത്രയും വർഷം നോക്കിയില്ലേ? 13 വർഷം നോക്കിയില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ഭക്ഷണം വാരിത്തരണതും കുളിപ്പിക്കണതും നോക്കണതും ഇതൊക്കെ ബുദ്ധിമുട്ടാണല്ലേ? എല്ലാം ഏട്ടൻ ചെയ്യണോണ്ട് അത് ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മയ്ക്ക് വയ്യ. അതാണ് വിഷമം അല്ലേ? അതാണ് വിഷമം. അമ്മ നല്ല ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എല്ലാം ചെയ്യല്ല.
ഹോട്ടൽ റൂമാണ്. ഇവിടെ നല്ല പൈസയാണ് ദിവസവും. ഹോട്ടൽ റൂമല്ലേ, അതുകൊണ്ടാണ് വീട്ടെടുത്തത്. അവിടെ സുഖമായിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. അപ്പൊ അമ്മ മരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാമി ഒറ്റയ്ക്കായി പോവില്ലേ? അപ്പൊ ആര് നോക്കും? ഇവിടെ എല്ലായിടത്തും ഓൾഡ് ഏജ് ഹോമിലൊക്കെ അച്ഛൻ വേറെ അമ്മ വേറെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാൻ വീടെടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും. നല്ല കാര്യം. നിങ്ങൾ ഇത്രയും സ്നേഹിച്ച് കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടാഴ്ച പിരിക്കാതെ ഒരിടത്തൊരു വീടാക്കി തന്നത്. മനസ്സിലായോ? അപ്പൊ അമ്മ ഇങ്ങനെ കരഞ്ഞ് വിഷമിക്കില്ലേ? അമ്മ ഇനി നല്ല സന്തോഷത്തോടെ ഇരിക്കണം. സ്വാമി അച്ഛൻ പൊന്നുവലയല്ലേ നോക്കണത്. ആ അപ്പൊ അത് നോക്കണം എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടൊന്നും അല്ല. ഇപ്പൊ അച്ഛന് വയ്യാണ്ടായി കഴിഞ്ഞാൽ അമ്മ നോക്കുമല്ല, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ അമ്മ സ്നേഹത്തോടെ നല്ല ചിരിച്ചേറ്റിരിക്കണം, ഇങ്ങനെ വിഷമിച്ച് കരയില്ലേ. അപ്പൊ അച്ഛൻ തന്നെ വിചാരിക്കൂലേ, ഇവിടെ എത്ര നോക്കിയിട്ട് ഇവർക്ക് എപ്പോഴും കരച്ചിലാണല്ലോ, ഞാൻ എന്ത് പൊന്നുപോലെയാണ് നോക്കണത്, ഭക്ഷണം കൊടുക്കണം, കുളിക്കണം. നല്ല അമ്മ. അപ്പൊ പൊന്നുപോലെ അമ്മ നോക്കുമ്പോ അങ്ങനെ അറിയണം. അപ്പൊ അമ്മ ചിരിച്ചിരുന്നാല് അച്ഛന് വിഷമം വരൂല. എവിടെ എത്ര നോക്കിയിട്ട് എവിടെ ഇങ്ങനെ കരയണല്ല. അപ്പൊ ഞാൻ നോക്കണതിൽ എന്തോ കുറവുണ്ട്. അമ്മ കരഞ്ഞു കഴിഞ്ഞാൽ അവിടെ സോമൻ ചേട്ടൻ തോറ്റു പോകും. കാരണം നോക്കിയിട്ട് പിന്നെ അർത്ഥമില്ലല്ലോ. ഒരിടത്തും ഇല്ല, ഒരിടത്തും ഇതേപോലെ ഒരു അമ്മയും അച്ഛനെ കിട്ടൂല. കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് സ്നേഹിക്കുന്നത്. അപ്പൊ ഇനി സോമൻ ചേട്ടനെ വിഷമിപ്പിക്കല്ലേ. ഇവിടെ ഇപ്പൊ കണ്ണീര് തുടച്ചപ്പോ തന്നെ മുഖത്ത് ഒരു തെളിച്ചം വന്നു. അപ്പൊ അതാണ് വിഷമത്തിന്റെ കാര്യമല്ലേ. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. കാരണം സോമൻ ചേട്ടൻ അമ്മയെ നോക്കണത് ഒരു ബുദ്ധിമുട്ടല്ല. അത് അച്ഛന്റെ കടമയാണ് അമ്മയെ നോക്കണത്. അച്ഛന് വയ്യാണ്ടായി അമ്മ നോക്കും, അമ്മയ്ക്ക് വയ്യാണ്ട് അച്ഛൻ നോക്കും, അത്രേ ഉള്ളൂ. അതിൽ ആർക്കും ഒരു വിഷമമില്ല. ഇപ്പൊ നമ്മളെ കയ്യിലേ നോക്കാൻ, നമ്മളെല്ലാം സൗകര്യം ചെയ്തു തരും. മനസ്സിലായ? വേണമെങ്കിൽ എനിക്കിപ്പോ നിങ്ങളെ രണ്ടിടത്ത് രണ്ട് ഓൾഡ് ഏജ് ഹോം കൊണ്ടാക്കാം. ഒരു അമ്മ നിൽക്കുന്നിടത്തും അച്ഛൻ നിൽക്കണം, ദൂരെ ദൂരെ ആയിരിക്കും. അങ്ങനെ കൊണ്ടാക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അങ്ങനെ കൊണ്ടാക്കൂല. അപ്പൊ അതുകൊണ്ടാണ് ഒരു വീടെടുത്തത്. ഇനി സന്തോഷത്തോടെ ഇരിക്കണം. അപ്പൊ നമുക്ക് അച്ഛനും അമ്മയ്ക്ക് പാത്രങ്ങൾ മേടിക്കാം. വാ. ഹായ്. രണ്ടെണ്ണായി തോക്ക്, രണ്ടെണ്ണായി. അപ്പോൾ ഉണ്ട് റേറ്റൊക്കെ സെയിം തന്നെ. എന്ത് വലുതാണ്. ഇവിടെ തന്നെ ബില്ലടിക്കുന്നത്. ഒരു പീസ് ഞാൻ മാറ്റി തരാം. ഇനിയുണ്ട്. വലിയ ലിസ്റ്റാണല്ലോ. ഓ ശരി. അപ്പൊ എവിടെ ബില്ലടിച്ചിട്ട് വരണോ? ശരി.
ഓഫറുണ്ട്. ഓഫർ 35 രൂപയ്ക്ക് കിട്ടും. എന്തൊരു 1 കിലോ അരിയാണ്. 1 കിലോ അരി 35 വെച്ച് 5 കിലോ അരി കിട്ടും. പിന്നെ ആ ലിക്വിഡ് 850 മേഡത്തിന് പഞ്ചസാര കൊടുത്തിട്ട് അരി ലിക്വിഡ് 79 രൂപയ്ക്കാണ്. ക്ഷീണം കണ്ട് കുറച്ച് നുങ്ക് കുടിക്കാം. രണ്ടെണ്ണം കേട്ടോ. ഓക്കെ. ഓ പിന്നെ പ്ലാസ്റ്റിക് മറ്റേ കാലൂരിന് ടൈപ്പ് ടേബിൾ ഉണ്ടല്ലോ, അതെവിടെയാണ്? കൈ ഉള്ള കസേര. കൈ ഉള്ള ആ കടയില്ല, നിങ്ങളുടെ ഓക്കെ. ഇവിടെ വേറെ എന്തൊക്കെ ഉണ്ട്? ഇവിടെ ഇത്രേ ഉള്ളൂ. പിന്നെ ഈ ഡൈനിങ് ടേബിൾ സെറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അതല്ല, ബാക്കി പ്ലാസ്റ്റിക് അപ്പുറത്താ. ഇത് ഇന്ന് കൊടുക്കാളൂ. മുകളിലാണ് പിന്നെ ഞങ്ങൾ എടുത്തിട്ട് ഓക്കെ. പാക്കറ്റിലിരിക്കുകയാണ്. കുറച്ചും കൂടി മോഡലായിട്ടുള്ള മോഡൽ വേണോ? കട്ടി വേണോ? ക്വാളിറ്റി ഉള്ള ഇത് കൊണ്ടിട്ട് ഒരെണ്ണം മതി. നോബൊക്കെ ഓക്കെ ആയിരിക്കുമോ? മതിയാ? ഓ ഇത് ലൈറ്റ് ഇത് ബോക്സിലൊക്കെ സപ്പോർട്ട്, ഇതിലൊക്കെ നോബ്. ഓക്കെ. ലൈറ്റർ പോസ്റ്റ് വേണം? ഓസ് എല്ലാം സെയിം ആയിരിക്കുമോ? ഓ ഓസ് റെഗുലേറ്റർ. അതിന് ഓസ് റെഗുലേറ്റർ എല്ലാം സെയിം ആയിരിക്കും. ഗവൺമെന്റ് ആണോ പ്രൈവറ്റ്? കുറ്റി. പിന്നെ ഈ ഫോൾഡിംഗ് ബെഡ് ഇത് 2 650 വെച്ച് 2 1300. പിന്നെ ഇത് പില്ലോ 2 150 2. പിന്നെ ഒരു ടീപ്പോ ചെറിയ അത് 1 500. പിന്നെ ഒരു സ്റ്റൂൾ റെഡ് കളർ അത് 400. പിന്നെ ടേബിൾ അത് 1 തൊള്ളായിരം. 8200. வீடியோ ஆக்குது என்னடி என்ன வீடியோ கொஞ்சம் பிடிங்கோ, உங்களுக்கு தெரியுமா எல்லாம்? போடு. இது கொஞ்சம் அடைச்சு வைக்கணுமா? இது பக்கத்து வீட்டுல ஒண்ணா? என்ன பேரு? மீனு. குட்டி என்ன படிக்கிற? 5க்கு படிக்கிறேன். தமிழ் பேசண்டா? பேசண்டே நல்லா இல்லையா? மலையாளம். மலையாளம் பேச போதுமா? ஏன் தமிழ் நல்லா இல்லையா? இல்ல. நான் ஃபர்ஸ்ட். இது ஃபர்ஸ்ட் செகண்ட் இல்ல. இல்ல. ஹெல்ப் பண்ணுமா? வேண்டாம். சரி ஓகே. பண்ணிடுங்க. மீன். எத்தனை வாட்டி கேட்கறது? ஆமா, கேட்டு போர் அடிக்குது. കിടന്നോ? ഓക്കെ. மீனுட்டி கிடந்து நோக்கு. கிடந்து நோக்கு. நல்லா இருக்கா? சரி, தலையான கூட கொண்டு வரேன். பிச்சு போட இருக்கா? இல்ல கவர் பிச்சு போடட்டா? കവർ പിച്ച് പോയി.
അങ്ങനെ തളർന്ന് എല്ലാ സാധനങ്ങളും വീട്ടിൽ കൊണ്ട് വെച്ച് കുറേ കഷ്ടപ്പെട്ട്. വീൽ ചെയർ കയറ്റിയില്ല. ഡബിൾ യൂസ് ആണ്, ഡബിൾ യൂസ് അല്ലേ? ഇത് കമോഡിനുള്ളതാണ്, വീൽ ചെയർ അല്ല, കമോഡിനുള്ളതാണ്. തള്ളാൻ പറ്റില്ലേ? ഇത് ഇങ്ങനെ കൊണ്ട് വീൽ ചെയർ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. ആയിരത്തി ഇരുന്നൂറ്